നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. വോയിസ് കുറച്ച് കുറവുണ്ടോ? ഒരു സെക്കൻഡ്, ലെറ്റ് മീ ചെക്ക്. ഒരു സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ 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 ഫൈൻ. സോ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ എക്കണോമിക്സ്. ഐ ഹോപ്പ് നിങ്ങൾ ഇന്നലത്തെ സെഷനിൽ ഇരുന്നിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ എക്കണോമിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിച്ചു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ എന്നാണ് തുടങ്ങുന്നത്. സോ ആരൊക്കെ ഇതിനകത്ത് എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉള്ള എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പില്? ഒന്ന് മെസ്സേജ് ഇടൂ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനല്ല കേട്ടോ, ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നമുക്ക് അധികം സമയമില്ല, സോ കുറച്ചൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യൂ. നോക്കിയിട്ടുണ്ട്, എക്കണോമിക്സ് കുറച്ചറിയാം. ഓക്കെ, ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എക്കണോമിക്സിന്റെ എന്താണ് എക്കണോമിക്സ് എന്നുള്ളതും, നിങ്ങൾക്ക് എക്കണോമിക്സ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനെ പോലെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് കുറച്ച് പാടാണ്, കുറച്ച് പേര് എങ്ങനെ പഠിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, സോ എക്കണോമിക്സിന്റെ PSCയിൽ നമ്മൾ എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം, എക്കണോമിക്സ് എന്ന സബ്ജക്ട് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളിലോട്ട് എത്തിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വലിയ വലിയ കാര്യങ്ങളോ വലിയ വലിയ തിയറീസോ വലിയ വലിയ ഇൻടു ദ സിലബസ് ഇറങ്ങിച്ചേർന്ന ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രോ ക്ലാസ് ഉണ്ട്, ആണ്, അത്രേ ഉള്ളൂ. എക്കണോമിക്സ് +1 +2 പഠിച്ചിട്ടുണ്ട്. ഒക്കെ ട്രേഡർ ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ സച്ചു. സോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ട്, ഇറ്റ്സ് ഫൈൻ. സോ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ എക്കണോമിക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണ്ട, ടെൻഷൻ ആവണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കേൾക്കുക. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒന്നും നമ്മൾ പറയുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ക്ലാസ് ആണ്, ഒരു ഓറിയന്റേഷൻ. ഓക്കെ, സോ ആ ഒരു മൈൻഡിൽ ഇരിക്കുക. എക്കണോമിക്സ് എക്കണോമിക്സ് എന്ന് ചിന്തിച്ചിട്ടിരിക്കേണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓക്കെ. സോ ഹാവ് യു സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025? തുടങ്ങിയോ പഠിച്ചൊക്കെ? കുറച്ച്. ഓക്കെ, തുടങ്ങി. യെസ്, ഓക്കെ, തുടങ്ങി. സോ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ, ഒരു എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയായിരിക്കും. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചെക്ക് ലിസ്റ്റ്. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എക്സാം പാറ്റേൺ ചേഞ്ച് ആയിട്ട് കുറച്ചധികം നാളുകളായി എന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ നോർമൽ PSC പാറ്റേണിൽ നിന്ന് PSC ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ പഴയ മഗിങ് അപ്പ് രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടെ കോൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് PSC മാറിയിട്ടുണ്ട്, അല്ലെ? സോ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് അവെയർ ആണെന്ന് എനിക്ക് അറിയാം. ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ബോർ അടിപ്പിക്കുന്നൊന്നുമില്ല. സോ അതിനാണ് നമ്മുടെ എക്സാം പാറ്റേൺ. പിന്നെ നമ്മൾക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. സോ സിലബസ് ഇസ് എ ഡീ. നമ്മൾ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ടൈം അലോക്കേറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കുക, ഓരോ ഏരിയയും എങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, എങ്ങനെ നമുക്ക് ഈസിയർ ആയിട്ട് പഠിക്കാം. നമ്മൾ എപ്പോഴും നിങ്ങളൊരു സിലബസ് കാണുമ്പോൾ അങ്ങനെ ആ പാറ്റേൺ അല്ല ഫോളോ ചെയ്ത് പോകേണ്ടത്, അതിനൊരു ഓർഡർ ഉണ്ട്. സോ ഏത് ഓർഡറിൽ പഠിച്ചു തുടങ്ങണം സിലബസ് എടുത്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിലി ആ സിലബസ് ഒരു ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. സോ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. നമുക്ക് ലാസ്റ്റിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു ഡിസ്കഷന്റെ എൻഡിലോട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരിക ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലായത് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം എന്നാലും. ഓക്കെ, സോ ഇനി നമുക്ക് ഒന്ന് ചെയ്യേണ്ടത് സിലബസ് ഒന്ന് നോക്കണം. സിലബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സിലബസ് സ്ട്രെസ് ഡൗൺ ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിന് ഫോക്കസ് കൊടുത്ത് പഠിക്കണം, ഏതിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് ആദ്യം അറിയാം. കാരണം നമ്മൾ ആരും എക്കണോമിക്സ് പഠിച്ചിട്ട് വന്ന ആൾക്കാരല്ല.
അല്ലെ? കുറച്ചു പേര് പഠിച്ചിട്ടുണ്ട്, കുറച്ചു പേർക്ക് ഒരു ബേസ് ഉണ്ടാവും, കുറച്ചു പേര് നേരത്തെ പറഞ്ഞ പോലെ +1 +2 പഠിച്ചിട്ടുണ്ടാവും. സോ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന, അല്ലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊരു പാറ്റേൺ ഫോം ചെയ്തിട്ട് ആ പാറ്റേണിൽ വേണം നമ്മൾ പഠിച്ചു പോകാൻ. ഓക്കെ, സോ അതിന് വേണ്ടി നമുക്ക് സിലബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യണം. സോ നമുക്ക് സിലബസ് നോക്കാം. പിന്നെ ഈ പറയുന്ന സബ്ജക്റ്റിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് ഈ ഒരു ചേഞ്ചിങ് പാറ്റേണിൽ, PSC പാറ്റേണിൽ സബ്ജക്റ്റിന് എത്രത്തോളം റെലവൻസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നോക്കണം, അല്ലെ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ച് അതൊന്ന് അനലൈസ് ചെയ്യണം. സോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. Yeah. So let's start. 5 മാർക്കാണ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, 5 മാർക്സ്. അപ്പോ നമ്മുടെ ആദ്യത്തെ തിങ് സിലബസ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് സിലബസ്. ആദ്യമേ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നിങ്ങളെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. സോ ആദ്യം നമുക്ക് നോക്കി തുടങ്ങേണ്ടത് സിലബസ് എന്നാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ അങ്ങ് തുടങ്ങാം. ഓക്കെ, സോ സിലബസ്. സോ എക്കണോമിക്സിന്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഈ പറയുന്ന ഒരു PDF ഉണ്ടാവുമായിരിക്കും. പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ് എക്സാം സിലബസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവുമല്ലോ. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇല്ലേ? സോ ഇതാണ് എക്കണോമിക്സിന്റെ സിലബസ്. ഓക്കെ, വളരെ കാണുമ്പം കുറച്ചു പേർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും, കുറച്ചു പേർക്ക് ഈസി ആയിട്ട് തോന്നും. ആക്ച്വലി സിലബസ് വളരെ കുഞ്ഞാണ്. ഇതിനകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ സിലബസ് വളരെ കുഞ്ഞാണ്, പക്ഷെ നമ്മൾ ഇത് പഠിക്കേണ്ടതിന് ഒരു പാറ്റേൺ ഉണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ നോർമലി നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കവർ ചെയ്തു, ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്തു, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്തു, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് കവർ ചെയ്തു, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവർ ചെയ്തു. അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അങ്ങനെ ഹാവ് എ ഹാർഡ് കോപ്പി. ഓക്കെ ദീപ. സോ നമ്മൾ അങ്ങനെയല്ല പഠിച്ചു പോകേണ്ടത്. നമ്മൾ ഒരു ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ എക്കണോമിക്സ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ ഈ കുറച്ചുകൂടി ഈസിയർ ആക്കാൻ നമുക്ക് അങ്ങോട്ട് നോക്കാം, പക്ഷെ സിലബസിന് ഒരു ഓർഡർ വെച്ച് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ബേസിൽ നിന്ന് തുടങ്ങണം എന്നല്ലേ പറയാ. സോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസും പ്ലാനിങ്ങും ആണ്. നിങ്ങളുടെ +1 ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യൻ എക്കോണമിയുടെ. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, PSC പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. സോ അതാണ് നമ്മുടെ ബേസ് തിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾ സിലബസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഈ പ്ലാനിങ്ങിൽ നിന്ന് തുടങ്ങണം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ അതങ്ങ് കഴിഞ്ഞാൽ അങ്ങോട്ടും പോകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് വരുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. ഓക്കെ, സോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് അങ്ങ് തുടങ്ങാം. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, മീഡിയോക്ക്, അതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ പഠിക്കേണ്ടത്. സോ അത് പഠിച്ച് നമ്മളൊന്ന് സെറ്റ് ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നിലോട്ട് പോകാനായിട്ട്. കാരണം ആദ്യം നമ്മൾ പറയില്ലേ ഇന്ത്യ എന്താണെന്ന് അറിയണം. സോ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ കണ്ടീഷൻ എന്തായിരുന്നു, ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇന്ത്യ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എങ്ങനെയാണ് ഇന്ത്യ എത്തിയത് എന്നറിയണം. അതാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമിയിൽ ബേസിക്കലി തുടങ്ങുമ്പോൾ അറിയേണ്ട കാര്യം. ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഹിസ്റ്ററി അറിഞ്ഞ് പഠിച്ചു വേണം നമ്മൾ തുടങ്ങാൻ. അല്ലാതെ ഡയറക്ട്ലി സിലബസ് കണ്ടിട്ട് സിലബസ് ടിക്ക് ചെയ്ത് പഠിച്ചു പോകരുത്. ഓക്കെ, അത് ചെയ്യരുത്. സോ ഒന്ന് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ചില പാനൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് പോകണം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കും. മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഏരിയ ആണ് നമ്മൾ പറയുക എക്കണോമിക്സിൽ. സോ ഇതിനകത്ത് നമ്മൾ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ RBI, നമ്മുടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന RBIനെ കുറിച്ചും പഠിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. സോ ആദ്യം നമ്മൾ ഇത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കും. ഓക്കെ,
സോ അതൊന്ന് പഠിച്ച് ക്ലിയർ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിനാൻസ് വിങ്ങിലോട്ട് പോവുക. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു മോണിറ്ററി സൈഡ് ഉണ്ടാവും നമ്മുടെ എക്കണോമിക്സിൽ, ഒരു ഫിസിക്കൽ സൈഡും ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതും ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈഡിൽ നിന്നുള്ള മോണിറ്ററി സൈഡും ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ മോണിറ്ററി സൈഡ് പഠിക്കും, അതായത് ഈ മണി സൈഡ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവന്നു, നമ്മുടെ എക്കോണമീനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് ശരിക്കും നമ്മളത് എക്കണോമിക്സിൽ പഠിക്കുക. അതാണ് ഏതിൽ വരിക, ഈ പറയുന്ന പബ്ലിക് റവന്യൂ, ടാക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടെ നമ്മൾ ബേസിക്കലി പറയുന്ന ഏരിയ എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസ് എന്ന് പറയും. ഓക്കെ, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്. സോ ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് പഠിക്കാനായിട്ട്, നാഷണൽ ഇൻകത്തിലോട്ട് പോകാൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ നമുക്ക് പഠിക്കും. ഇന്ത്യൻ എക്കോണമി എന്താണെന്ന് അറിയുന്ന ഒരു ടൈമില്, സോ ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഇറ്റ്സ് നോട്ട് എ ഡീൽ. ഓക്കെ, പക്ഷെ ഇതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അത് നോട്ട് ലൈക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് ഒരിക്കലും നിങ്ങൾ എന്ത് പഠിക്കരുത്, എക്കണോമിക്സ് പഠിക്കരുത്. സോ ആദ്യം ചരിത്രത്തിൽ നിന്ന് തുടങ്ങുക, പിന്നെ നമ്മുടെ സാമ്പത്തിക ഘടനയിലോട്ട് ചെല്ലുക, അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടും, നിങ്ങൾക്ക് ഒരു സ്റ്റോറി പോലും അത് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അതർവൈസ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ റാൻഡംലി ടോപ്പിക്സ് പഠിച്ചു പോകുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ആയിരിക്കും നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിൽ എന്തുണ്ടാവില്ല, നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടില്ല, ഒരു ഐഡിയ കിട്ടില്ല. എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ സിലബസ് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് ഗെറ്റ് എ കണക്ഷൻ. സോ അതാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയർ എല്ലാ സബ്ജക്ട്സിനും ഉണ്ട്. ബട്ട് എക്കണോമിക്സ് നമുക്ക് ചുറ്റും ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് മണി ആൻഡ് എക്കോണമി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് കറണ്ട് അഫയേഴ്സ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി പേപ്പറിൽ എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും ഉണ്ടോ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ മെയിൻ ഏരിയ എക്കണോമിക്സിന്റെ സിലബസ്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? സോ ഇനി ആക്ച്വലി നമ്മൾ എക്കണോമിക്സിൽ നിങ്ങൾ ഈ പറയുന്ന ഇതിനകത്ത് സിവിക്സിന്റെ ഒരു പാർട്ട് കാണില്ലേ, അതിനകത്തും കുറച്ച് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സിവിക്സിന്റെ പാർട്ടിനകത്ത് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഒരു ഏരിയ ഉണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നമ്മുടെ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസികള്, ലാൻഡ് റിഫോംസ്, പിന്നെ ഈ വിമൻ ആൻഡ് ചൈൽഡ് അവരുടെ കുറെ സ്കീംസുകൾ, പ്രോഗ്രാംസുകൾ, നമ്മുടെ സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സോ ഇത് ഇത്രയും എക്കോണമി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് കിടക്കുന്നത് സിവിക്സിനകത്താണെന്നേ ഉള്ളൂ, പക്ഷെ ഇത് എക്കോണമി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് അറിയാമായിരിക്കുമെന്ന്. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പറയാണ്. പക്ഷെ നമ്മൾ മെയിൻലി എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും ഫോക്കസ് ചെയ്യും. പക്ഷെ ഇത് ആക്ച്വലി ഒരു തിയറിറ്റിക്കൽ ബേസ് ആണ്. ജസ്റ്റ് നമ്മൾക്ക് കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ട് കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യമാണ് ഇത്, സിവിക്സിൽ വരുന്ന ഈ ഒരു പോർഷൻ. പക്ഷെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓർഡർ, ആ ഓർഡറിൽ എങ്ങനെ പഠിക്കണം, നമ്മൾ അതെങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യണം, സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അതൊന്ന് ഓർത്തിരിക്കാൻ പറ്റും എക്കണോമിക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഇതിന് നല്ലൊരു ഗൈഡൻസ് വളരെ ആവശ്യമാണ്. ഇതിന് നിങ്ങൾക്കൊരു PDF ഒരു നോട്ട് ഉണ്ടെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. സ്കീംസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ് എല്ലായിടത്തും. പക്ഷെ ഇതിന് എപ്പോഴും നമുക്ക് എന്ത് വേണം, വി നീഡ് എ പ്രോപ്പർ ഗൈഡൻസ്. സോ നമ്മുടെ കീ ഏരിയ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ലെവൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്തതും എനിക്ക് വളരെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. കാരണം എനിക്ക് മിണ്ടാതിരിക്കാം, നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്.
അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ കുറെ പേരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതായിരിക്കും. എനിക്കറിയാം ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ കുറച്ച് കൗതുകം കൂടുതലാണ്, ഇച്ചിരി കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മള് നോക്കാൻ പോവാം. ഓക്കെ, നമ്മൾ അതിലോട്ട് വരും. ഷിജോ, ഇച്ചിരി ഒരു ഗ്യാപ്പ് തരൂ, ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ സോ നമുക്ക് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് തുടങ്ങാം. LSTI പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എത്ര പേര് എഴുതിയിട്ടുണ്ട് എക്സാം ഇതിനകത്ത്? എത്ര പേര് എഴുതിയിട്ടുണ്ട് എക്സാം LSTI പ്രിലിംസ്? ഓക്കെ ദീപ, ഓക്കെ ഓക്കെ, എഴുതിയില്ല. ഫൈൻ ഫൈൻ ഫൈൻ. സോ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഇതിനകത്ത് ഞാൻ ചോദ്യം ചോദിച്ച് നിങ്ങളെ അങ്ങനെ ചോദ്യം ചോദിച്ച് കൊല്ലത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? സോ നമുക്ക് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട്, ഓക്കെ 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ ഓക്കെ ജയകൃഷ്ണൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. സോ ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിപ്പോ ചോദ്യം ചോദിച്ച് ഞാൻ നിങ്ങളെ അങ്ങനെ ഇതിന്റെ ഉത്തരം പറയാന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ഇതിനകത്ത് ഏതൊക്കെ ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഇൻടു ദ സിലബസ് അല്ലെങ്കിൽ ഇൻടു ദ സബ്ജക്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. സോ starting from our 16th question, so it's related to 12th 5-year plan. ഞാൻ നിങ്ങളുടെ ആദ്യം പഠിക്കണം എന്ന സിലബസിൽ പറഞ്ഞ ഏരിയ ആണ് എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ 5-year പ്ലാൻസ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ മനസ്സിലാവുന്നില്ലേ? സോ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. 12th 5-year പ്ലാനിന്റെ മെയിൻ തീം. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, വെരി ഗുഡ് അമൃത. ഓക്കെ സച്ചു. Yes, answer is B. Faster, more inclusive and sustainable growth. അതാണ് 12th 5-year പ്ലാനിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. സോ നമുക്ക് മൊത്തത്തിൽ 12 5-year പ്ലാനുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും ആ പ്ലാനിങ്ങിൽ നിന്നും നീതി യോഗിലോട്ട് ഇന്ത്യ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കഥകളൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, സോ അതിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു ഏരിയ ആണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട്. അതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് RBI റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ RBI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ അറിയാവോ? ഓക്കെ ജയകൃഷ്ണൻ, വെരി ഗുഡ്. ഓക്കെ, ആൻസർ ഇസ് എ. ആൻസർ ഇസ് A 1 and 2. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മെമ്പർ ആണ്, IMFന്റെ മെമ്പർ ആണ്. RBI എന്ന് പറയുന്നത് April 1 1935 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ് അല്ല. ഡെപ്യൂട്ടി ഗവർണർ ആണ്, RBI ഗവർണർ അല്ല. ഉഷാ തോറാട്ട്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് പ്ലാനിംഗ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ പറഞ്ഞ ഏരിയ ആണ്. ഏതാണ് ഈ ഏരിയ എന്നൊന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഏത് ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ആൻസർ പറയണ്ട, ആൻസർ അറിയോ? ഏത് ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യനാ? ഇൻകം ആണോ? മോണിറ്ററി പോളിസിയാ? ഞാൻ പറഞ്ഞ ഈ രണ്ട് ക്വസ്റ്റ്യൻ 18th and 19th. ടാക്സ്. ഓക്കെ, സോ ഇത് രണ്ടും വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, പബ്ലിക് റവന്യൂ, പബ്ലിക് ടാക്സ്, പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. നമ്മൾ മൂന്നാമതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് എന്ന ഏരിയയിൽ നിന്നാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഈ 20th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏത് ഏരിയ എന്നാ?
Reports. So it's a current affair, right? Reports ആണ്, it's a current affair. Right. ഓക്കെ. സോ വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. സോ ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ ഏരിയാസിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടി പ്രാധാന്യം നിങ്ങൾക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് ഏരിയയിൽ നിന്നാണെന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ തറോ ആണ് എന്നാണ് അതിനർത്ഥം. സോ ദാറ്റ് നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെ? സോ അതുകൊണ്ട് ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട, അതൊന്നും വലിയ കാര്യമല്ല, നല്ല ടഫാണ്. അതെ, അതിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. ഓക്കെ. സോ അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ലെവല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഇതേപോലെ വേറൊരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2023 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊന്ന് നോക്കിക്കേ, എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? എന്ത് തോന്നുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പറഞ്ഞേ. കൺഫ്യൂസിങ് ആണ്, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ജയകൃഷ്ണൻ, കുറച്ചു പേർക്ക് കൺഫ്യൂസിങ് ആണ്, വായിക്കാനേ തോന്നുന്നില്ല. ശരിയാ, വായിക്കാനേ തോന്നില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത് ഇത് മൊത്തം വായിക്കണം. ഫുൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും നമുക്ക് വരുന്നത് ഇപ്പൊ എക്കണോമിക്സ് എടുക്കുമ്പോഴും, അല്ലെ? 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ ചുമ്മാ വായിക്കാൻ പറ്റുന്നത്, വായിക്കാനേ തോന്നുന്നില്ല, അല്ലെ? സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. സോ അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇന്ത്യൻ ഇക്കോണമി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ്സ് എ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫ്രം എക്കണോമിക്സ്, നമ്മുടെ പബ്ലിക് ഫിസ്ക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ട്. നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നൊരു ഏരിയ പറഞ്ഞില്ലേ? സോ ആ ഫിസ്ക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്, 16ാമത്തെ ചോദ്യം. സോ ഇത് ഏറ്റവും സ്ഥിരം PSCയിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്, ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വർഷം മാറുമെന്നല്ലാതെ ഇതിനകത്ത് ആൻസർ എല്ലാ വർഷവും ഒന്നായിരിക്കും. ബോറോയിങ് ആൻഡ് ലയബിലിറ്റീസ്, ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നത് ബഡ്ജറ്റിൽ ഏതാണ് എന്നുള്ളത്. ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ഇതിന്റെ ഉത്തരം. ഇത് നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരേ ഒരു ചോദ്യമാണ്, കാണാതെ. കാരണം ഇതിൽ ഈ ബഡ്ജറ്റിന്റെ വർഷം മാത്രമേ മാറുള്ളൂ കേട്ടോ, ഉത്തരം എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഒരുപാട് എക്സാംസിന് നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോ, ഈ PSCന്റെ പാറ്റേൺ ചേഞ്ച് വന്നതിന് ശേഷം LSD ഒഴിച്ച് കുറെ പ്രിലിംസിന്റെ എക്സാംസിന് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് മാറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. ബഡ്ജറ്റിനകത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. സോ ഇതും നമ്മുടെ സിലബസിനകത്ത് നിന്ന് വന്ന ചോദ്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്ന് വന്നയാന്നൊന്ന് പറഞ്ഞ ആരെങ്കിലും? റിവേഴ്സ് റീപ്പോ റേറ്റ് കേട്ടിട്ടുണ്ടോ? റിവേഴ്സ് റീപ്പോ റേറ്റിനെ കുറിച്ചിട്ടൊക്കെ RBI റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. മോണിറ്ററി പോളിസി, യെസ്, RBIയുടെ മോണിറ്ററി പോളിസിനെ കുറിച്ചിട്ടാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു RBI അതിന്റെ മോണിറ്ററി പോളിസീസ് ഒരു ബൈ മന്ത്ലി ആയിട്ട് എല്ലാ 2 മാസം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യും, റിവ്യൂ ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്ത് തരാറുണ്ട്. സോ അതിനകത്തുനിന്ന് വന്നതാണ്. സോ നമ്മുടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ സിലബസിൽ പഠിച്ച ഏരിയക്കകത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ. സോ നാഷണലിംഗം അല്ല ദീപ, RBI നാഷണലിംഗം അല്ല. ഓക്കെ. സോ ഇനി ഈ ക്വസ്റ്റ്യൻ പ്ലാനിങ്ങിൽ തന്നെ നീതി യോഗ്. സോ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിനകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്തുനിന്ന് വന്ന ചോദ്യങ്ങളാണ്. സോ ഇനി ഒന്നുകൂടെ തൊട്ട് താഴെയുള്ള ലെവലിലോട്ട് നമുക്ക് പോയി നോക്കാം. ഒരിക്കലും മോശമല്ലാത്തതും പക്ഷെ ഒരുപാട് നല്ല ചോദ്യങ്ങളും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. LDC 2024. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഡിഗ്രി പ്രിലിംസിൽ വന്നിരുന്നിട്ട് എന്തിനാണ് LDC 2024ന്റെ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാട്ടോ, എന്തിനാണ് ഞാൻ ഇത് ഇട്ടെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഓക്കെ. സോ LDC 2024 പല ചോദ്യങ്ങളുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് ലിമിറ്റ് ചെയ്യുക.
ഓക്കെ. സോ LDC 2024. സോ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഗ്രീൻ റെവല്യൂഷന്റെ ചോദ്യം കാണാം. അഗ്രികൾച്ചറിൽ നിന്ന് ചോദ്യമുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തുനിന്ന് ചോദ്യമുണ്ട്, RBI നിന്ന് ചോദ്യമുണ്ട്. ഇതുപോലെ 2023 നമ്മുടെ എക്കണോമിക് സർവേയിൽ നിന്നിട്ടുള്ള ചോദ്യമാണ് ഇത്. എക്കണോമിക് സർവേയിൽ നിന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തു നിന്ന് മറ്റൊരു ചോദ്യമാണ് ഇവിടെ കിടക്കുന്ന 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ വന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതും പ്ലാനിങ്ങിന്റെ കൂടെ വരുന്ന എക്കണോമിക് റീഫോംസ്, LPG റീഫോംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അതിനകത്തുനിന്ന് വന്ന ചോദ്യമാണ്. സോ ഒരു 8ഓ 9ഓ ചോദ്യം എക്കണോമിക്സിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. 8ഇല്ല, ഒരു 5ഓ 6ഓ ചോദ്യം എക്കണോമിക്സിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇത്രയും ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത്രയും കണ്ടില്ലേ? സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എക്കണോമിക്സിനകത്ത് നിന്ന് വരുന്ന കാര്യങ്ങള്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത്രയും നമ്മൾ കണ്ടില്ലേ? സോ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്? ഇതല്ലാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ആൻസർ ചെയ്യാം. വെരി ഗുഡ്. ബാക്കിയുള്ളവര് കോൺസെപ്റ്റ് വളരെയധികം ക്ലിയർ ആക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സോ ബേസിക് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. എല്ലാം നമ്മൾ ആ സിലബസ് എങ്ങനെയാണോ ഞാൻ നിങ്ങളുടെ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ പറഞ്ഞത്, ആ ഒരു ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അല്ലേ? ബൈ ഹാർട്ട് പഠിച്ചാൽ അറ്റൻഡ് ചെയ്യാനേ പറ്റില്ല. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്ച്വൽ തറോ ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സിലബസ് എടുത്ത് ചുമ്മാ മകപ്പ് ചെയ്ത് കുറച്ച് ഏരിയാസ് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ ഇതായിട്ട് പഠിക്കണം. കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആക്കി തന്നെ പഠിക്കണം. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഫോക്കസ് ചെയ്യുക, ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ സിലബസിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഏരിയാസ് ഏതാണെന്ന് ഐഡന്റിഫൈ. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോർ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ല? ഞാൻ കാണിച്ച യെസ്, സിലബസിലെ മെയിൻ ഏരിയാസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വളരെ ഈസി ആയിരിക്കും. സോ സിലബസിലെ മെയിൻ ഏരിയാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ലൈനിൽ പഠിക്കണം എന്ന് പറഞ്ഞ ഏരിയാസ് ഇല്ലേ? സോ അതാണ് നമ്മുടെ സിലബസിലെ മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തന്നത്. ചുമ്മാ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ച് ഇതിന് ഉത്തരം പറയുന്ന പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് അതിന് എന്ത് മനസ്സിലായെന്ന് എനിക്ക് അറിയണമല്ലോ. സോ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ട് പഠിക്കുക. സോ അതിനാണ് പല പല ലെവൽസ് ഓഫ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു വെച്ച് നോക്കണം എന്ന് നമ്മൾ പറയുന്നത്. നോട്ട് ഓൺലി ഡിഗ്രി പ്രിലിംസ് എല്ലാം നോക്കുക. സ്റ്റാർട്ടിങ് ഫ്രം ഡിഗ്രി പ്രിലിംസ്, LDCന്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, LGSന്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ഫ്രം ദ ബേസ് നിങ്ങൾക്ക് ഒരു നല്ലൊരു എത്രത്തോളം നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും നിങ്ങൾ തറവാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന LDCന്റെ ചോദ്യം ഇവിടെ എടുത്തിട്ടത്. അല്ലാണ്ട് വെറുതെ നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. സോ അതുകൊണ്ടാണ് LDCന്റെ ക്വസ്റ്റ്യൻസും ഇട്ടത്. സോ ആ ഒരു ഓർഡർ LGSന്റെ ക്വസ്റ്റ്യൻസും ഇടായിരുന്നു. സമയമില്ല നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അതും നോക്കായിരുന്നു. സോ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം വരുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ഈവൻ LTCയിൽ പോലും എല്ലാം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആർ വെരി ലെസ്. അത് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. സിലബസ് പഠിക്കുക, ഫോക്കസ് ഏരിയാസ്, കീ കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നല്ല, പക്ഷെ ഫോക്കസ് ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത്
പഠിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഈ പറയുന്ന പോലെ ഈ സാധനം എങ്ങനെ പഠിക്കണം എന്ന് അറിയണ്ടേ. സോ നമ്മള് സിലബസ് എന്താണെന്ന് നോക്കി, എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ പറയുന്ന ഏരിയാസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നോക്കി. പിന്നെ ഈ സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ ആണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് അല്ലെ. സോ ഹൗ ടു സ്റ്റഡി എക്കണോമിക്സ് എന്നുള്ളതാണ് ഇനി നമ്മൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒന്നും ചെയ്യാനില്ല. എല്ലാ സബ്ജക്റ്റിലും പറയുന്ന പോലെ നല്ലൊരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ബിൽഡ് എ സ്ട്രോങ് ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. സോ അടിത്തറ നന്നാക്കുക എന്നുള്ളതാണ്. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ നന്നായാൽ ബിൽഡിംഗ് നന്നാവുമെന്നാണല്ലോ. സോ അടിത്തറ നന്നാക്കുക. അടിത്തറ നന്നാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. SCERT NCERT ബുക്സ് വായിക്കുക. വായിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. SCERT സമഗ്ര പോർട്ടലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. NCERT ബുക്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ NCERTയുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ +1 +2 വരുന്ന സമയത്ത് എല്ലാ ബുക്സും വായിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. +1 നിങ്ങൾ ഇന്ത്യൻ എക്കോണമി വായിക്കുക. +2 മൈക്രോയും മാക്രോയും വായിച്ചിട്ട് ബാക്കി ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിച്ചു. മാക്രോയും വായിക്കാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിമാൻഡ് എന്താണെന്ന് അറിയണം, സപ്ലൈ എന്താണെന്ന് അറിയണം, മാർക്കറ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ എക്കണോമിക്സ് പഠിക്കാതെ വരുന്നില്ല. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എക്കോണമി വായിക്കാം. ഓക്കെ, സോ NCERT ബുക്സ് വായിക്കുക. NCERT ബുക്സ് വായിച്ച് നിങ്ങൾക്കൊരു തറോ ലേണിംഗ് ആവില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തൊരു ലെവലിലോട്ട് പോകേണ്ടത് ശങ്കർ ഗണേഷ് കറുപ്പയുടെ ഇന്ത്യൻ എക്കോണമി കീ കോൺസെപ്റ്റ്സ് എന്നൊരു ബുക്ക് ഉണ്ട്. അത് വാങ്ങി വായിക്കുക. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. വളരെ ഇതാണ് ആ ബുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ ബുക്ക്? സോറി. ഓക്കെ, സോ ശങ്കർ ഗണേഷിന്റെ എല്ലാ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ബുക്ക് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ എക്കോണമിനെ വളരെ സിംപ്ലിഫൈഡ് വേർഷനിൽ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും, എക്കണോമിക്സിന്റെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ എക്കോണമി കീ കോൺസെപ്റ്റ്സ്. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് എക്കണോമിക്സ് ഇസ് ലൈക്ക് ഓൾ അബൌട്ട് കറണ്ട് അഫയേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഇസ് ഇമ്പോർട്ടന്റ്. ആൻഡ് എബോ ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുക. സ്റ്റാർട്ടിങ് ഫ്രം 10th ലെവൽ ടു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം അനലൈസ് ചെയ്യുക. ഇനി ഈ പറയുന്ന സബ്ജക്ട് കുറച്ച് ഡ്രൈ ആണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് ബോർ അടിക്കാറുണ്ട്. സോ എപ്പോഴും പഠിക്കുമ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. സോ നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള 2-3 റിയൽ ലൈഫ് എക്സാമ്പിൾസ്. പറഞ്ഞേ. ഓക്കെ, ഞാൻ തന്നെ പറയട്ടെ. ഓക്കെ, സോ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട്, സോ നമുക്ക് ചുറ്റും ഒരുപാട് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും എപ്പോഴും എക്കണോമിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാരും വണ്ടി ഓടിക്കുന്നവരായിരിക്കും അല്ലെ. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, മാർക്കറ്റ് പ്രൈസ്, ഫാക്ടറീസ്, ടാക്സ് കൂടും. ഓക്കെ, സോ മെജോറിറ്റി ആൾക്കാരും വണ്ടി ഓടിക്കുന്നവരായിരിക്കും. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെട്രോൾ പ്രൈസ് എറണാകുളത്തുള്ള പ്രൈസ് അല്ല ട്രിവാൻഡ്രത്ത്. എന്താ അതിന്റെ റീസൺ? ഡിസ്റ്റൻസ്. സോ ഇവിടെ എന്താ വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വരുന്ന ഡിഫറൻസ് ആണ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സോ വാട്ട് വി ഹിയർ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എക്കണോമിക്സിലെ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുക.
ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് യെസ് ഫാക്ടറി പ്രൈസിലാണ് സെല് ചെയ്യുന്നത്. സോ എറണാകുളം ടു ട്രിവാൻഡ്രം വരുമ്പോൾ വി ഹാവ് ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അവെയർ ആണ്. പക്ഷെ നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടാണോ, ഈ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടാണോ നിങ്ങൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാറുന്ന അനുസരിച്ചിട്ട് പ്രൈസ് ചേഞ്ച് ആവുമെന്ന് അറിയുന്നത്? അല്ല. പക്ഷെ ഇത് നമുക്ക് ചുറ്റും നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? സോ അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്ന സമയത്ത് ചില റെസ്റ്റോറൻറ്റ്സിനകത്ത് ഇപ്പൊ ചിക്കന്റെ കോസ്റ്റ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ എന്ത് വരും, പ്രൈസ് ചേഞ്ച് വരും എന്ന് പറയാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് സംസം എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. സംസം ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ചിക്കന്റെ പ്രൈസ് മാറുന്നതനുസരിച്ചിട്ട് അവരൊരു DTP എടുത്ത് അവരുടെ ഇതിന്റെ ഫ്രണ്ടിൽ വെക്കും. ഇത്ര പെർസെന്റേജ് 10% ഓഫ് അല്ലെങ്കിൽ 15% ഓഫ് ഫ്രം ദ മെനു എന്ന് വെക്കും. സോ നോർമലി നമ്മൾ ആ എൻറ്റയർ മെനു ചേഞ്ച് ചെയ്തതിനെക്കാട്ടി നമുക്ക് ഏറ്റവും എളുപ്പം 50 പൈസയുടെ ഒരു DTP എടുത്ത് വെക്കുന്നതാണ്. സോ വാട്ട് വി സേ ഇസ് ലൈക്ക് മെനു കോസ്റ്റ് എന്നാണ് ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഹോട്ടലിലെ സംസമിന്റെ ഓണർ മെനു കോസ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ എക്കണോമിക്സിലെ മെനു കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടല്ല ഈ പറയുന്ന പോലെ DTP എടുത്ത് വെക്കുന്നത്. അയാൾ നോക്കുമ്പോൾ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് അത് ചെയ്യണു. അറിഞ്ഞോ അറിയാതെയോ എക്കണോമിക്സിന്റെ ഒരു ഭാഗമാകുകയാണ് അവരും. പക്ഷെ നമ്മൾ അത് എന്ത് കോൺസെപ്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ നമുക്ക് ചുറ്റും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും ഒക്കെ പോകാറില്ലേ? ടാക്സസ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് പോലെ ഒരു സ്ഥാപനവും നമ്മളെ അട്രാക്ട് ചെയ്യില്ല. ഈവൻ നമ്മളിപ്പോ ലുലുവിൽ പോവാണ്, ലുലുവിൽ പോയി കഴിഞ്ഞാൽ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മള് ഒന്നും മേടിക്കാതെ ഇറങ്ങാനായിട്ട് മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനും ഉണ്ടാവില്ല, അല്ലെ? എന്തേലും ഒന്നും എടുക്കാതെ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. എന്താ അതിന്റെ റീസൺ എന്ന് പറയുന്നത്? അതിനകത്തുള്ള അറേഞ്ച്മെന്റ്സ്, അതിനകത്തുള്ള പാറ്റേൺസ്, കളർ കോഡിങ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണത്, അല്ലെ? ആ ഒരു അറേഞ്ച്മെന്റും കളർ കോഡിങ്ങും കാണുമ്പോൾ നമുക്ക് നമ്മുടെ ന്യൂറോൺസിനകത്ത് ഉണ്ടാവുന്ന കുറെ ചേഞ്ചസും നമ്മുടെ സെൻസസിൽ ഉണ്ടാവുന്ന ചേഞ്ചസുമാണ് എന്തിലോട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത്, ഈ സാധനങ്ങളിലോട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത്. സോ അതിന് നമ്മുടെ എക്കണോമിൽ പറയുന്ന ഒരു പേരാണ് ന്യൂറോണോമിക്സ്. ഈ പറയുന്ന ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർ ന്യൂറോണോമിക്സ് പഠിച്ചിട്ടല്ല, പക്ഷെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. സോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതിന്റെ ഭാഗമാകാറുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു സാധനത്തിന്റെ എക്കണോമിക് സൈഡാണ് ഈ ന്യൂറോണോമിക്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, നമ്മൾ ബില്ലിങ്ങിന് പോകുമ്പോൾ അതിന്റെ സൈഡില് കുറെ ഈറ്റബിൾസ് വെച്ചിരിക്കും. എന്തിനാ? നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ടെംപ്ടേഷൻ ഉണ്ടാവും, നമ്മളത് വാങ്ങിക്കും. ബിസിനസ് സ്ട്രാറ്റജി, അതിന്റെ പിന്നിലുള്ള എക്കണോമിക്സ് ആണ് ന്യൂറോണോമിക്സ്. ഓക്കെ, നമ്മുടെ സെൻസസ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. സോ അതിനനുസരിച്ചാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്, കളർ കോഡ് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റും എൻ നമ്പർ ഓഫ് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ടാക്സും ഈ പറയുന്ന പോലെ കോസ്റ്റും ഫാക്ടറി പ്രൈസും ടാക്സും ഡയറക്ട് ടാക്സും സപ്ലൈയും ഡിമാൻഡും ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതെല്ലാത്തിനും ഉപരിയായിട്ട് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാകുന്ന എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങുന്നു, അന്ന് മുതൽ നിങ്ങൾക്ക് എക്കണോമിക്സ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങും, കുറച്ച് ഈസി ആയിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇങ്ങനെ വേണം നമ്മളൊന്ന് എന്ത് ചെയ്യാനായിട്ട്, ഈ സബ്ജക്റ്റിലോട്ട് കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഉള്ള കുറെ ഏരിയാസ് ഉണ്ടാവും. സോ നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഏരിയാസിനെ നമുക്ക് കൂടുതൽ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? എന്ത് തോന്നുന്നു കേട്ടിട്ട്?
എന്ത് തോന്നുന്നു കേട്ടിട്ട്? ടെൻസ്. ഓക്കെ. ദെൻ വാട്ട് എൽസ്? കൊള്ളാം. ഓക്കെ. കുറച്ച് ടെൻഷൻ ഉണ്ടല്ലേ, സോ അത് മാറ്റാനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ സച്ചു. സോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, സബ്ജക്റ്റിന് ഒരു ഓർഡർ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. പഠിക്കുമ്പോൾ ഒരു കഥ പോലെ പഠിച്ചു പോവുക. അപ്പൊ സബ്ജക്റ്റ് കുറച്ചുകൂടെ ഈസിയാവും. ഓക്കെ. സോ എപ്പോഴും എല്ലാ സബ്ജക്ട്സും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക, ഒരു ഓർഡർ ഉണ്ടാക്കുക, ഒരു പാറ്റേൺ ഉണ്ടാക്കുക, നല്ലൊരു ബേസ് ഉണ്ടാക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് എക്കണോമിക്സിനെ പഠിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് എക്കണോമിക്സ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. അപ്പോ വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.